നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വീഴ്ച പറ്റിയെന്ന് DGP റിപ്പോർട്ട് കൊടുത്തിട്ടും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയിൽ ഞെളിഞ്ഞിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എപ്പോഴോ വരാനിരിക്കുന്ന ഒരു റിപ്പോർട്ട് കാട്ടി CPIയെയും മുഖ്യമന്ത്രി തളച്ചു. ഇനി എപ്പോഴെങ്കിലും നടപടി വരട്ടെ, ധൃതിയില്ലെന്ന് ബിനോയ് വിശ്വം. പൂരം അലങ്കോലമാക്കിയ ADGP, RSS നേതാക്കളുമായി ചർച്ച നടത്തിയ ADGP, അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അന്വേഷണം നേരിടുന്ന ADGP. പക്ഷേ മുഖ്യമന്ത്രിയുടെ കണ്ണിൽ അങ്ങനെ ചുമ്മാ മാറ്റാൻ പറ്റാത്ത പ്രധാന ചുമതലക്കാരൻ. ലോക ചിരിദിനത്തിൽ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോകുന്ന സംഭവ വികാസങ്ങൾക്കിടയിൽ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിശ്വസ്തന്റെ വിക്കറ്റ് വീഴും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലും അദ്ദേഹം പറയുന്നത് CPMന്റെ ഒരു വിലയിരുത്തലാണ്. അതിൽ അദ്ദേഹം പറയുന്നു, റിപ്പോർട്ട് വന്നാൽ നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്ന്. അതായത് മുഖ്യമന്ത്രി എന്തു പറഞ്ഞു അത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും ഏറ്റുപറയുന്നത് ഇപ്പോൾ. അതേപോലെ തന്നെ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണവും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഏറ്റുപറയുകയാണ്. ശ്രീജിത്ത് പണിക്കർ, പക്ഷേ ഈ റിപ്പോർട്ട് വരുന്നതുണ്ടല്ലോ, DGP 30 ദിവസം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇനി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയാലെങ്കിലും ADGPക്കെതിരെ നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. കാരണം CPI അതിലൊരു ആത്മവിശ്വാസം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് അത് രാഷ്ട്രീയമായി ശരിയായ ഒരു നിലപാടല്ല. അതുകൊണ്ട് അതിന്മേലൊരു നടപടി എന്തായാലും ഉറപ്പാണ്. ഇതാണിപ്പോൾ CPIയുടെ ആത്മവിശ്വാസം. അതുപോലെ ആയിരിക്കുമോ കാര്യങ്ങൾ? മറ്റൊന്നുകൂടിയുണ്ട്, നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ കൊഴുക്കാൻ പോവുകയാണ്. അപ്പോൾ മറുപടി ഇല്ലാതെ കുഴങ്ങേണ്ടി വരും ADGPയെ മാറ്റിയില്ലെങ്കിൽ, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നെങ്കിലും. അതുകൊണ്ടൊരു നടപടി ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘട്ടമല്ലേ? ശ്രീ മഞ്ജുഷ്, താങ്കളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് അതുണ്ടാകേണ്ടതാണ്. പക്ഷെ ആ പറയുന്ന സാധ്യതകളെല്ലാം തന്നെ, അതായത് അടുത്ത ദിവസം ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു CPIയുടെ ഭാഗത്തു നിന്ന്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് ശ്രീ പിണറായി വിജയനും CPM നേതൃത്വത്തിനും ഉൾപ്പെടെ അറിയാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ടാകേണ്ടതുമാണ്. സഭയിൽ ഒരു വലിയ ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ശ്രീ അജിത് കുമാറിനെ ചുരുങ്ങിയത് ലോ ആൻഡ് ഓർഡറിൽ നിന്നെങ്കിലും മാറ്റുന്നത് എങ്കിൽ പോലും അത് പ്രതിപക്ഷത്തിന്റെ ഒരു വിജയമായിട്ട് മാത്രമേ അത് ചിത്രീകരിക്കപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് ആഭ്യന്തരമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ CPIയുടെയോ RJDയുടെയോ ഒക്കെ തന്നെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ അത് ആഭ്യന്തരമായി ചർച്ച ചെയ്ത് ഉൾപാർട്ടി ജനാധിപത്യം അല്ലെങ്കിൽ സംഘടനയുടെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്നെങ്കിലും പറയാം. അപ്പോൾ അതിനുള്ള ഒരു വിൻഡോ എന്തായാലും ശ്രീ പിണറായി വിജയൻ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു റിപ്പോർട്ട് ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. അതിപ്രകാരം മിക്കവാറും അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ. കാരണം പൂരം അലങ്കോലമാക്കിയതിൽ ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യം, സാമൂഹ്യ അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമങ്ങൾ പൂരത്തിന്റെ ദിവസം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സംഘ് പരിവാറിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ പറയുന്നു. അത് റിപ്പോർട്ടിലെ ഉള്ളടക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല, പക്ഷേ മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ തടയുവാനായിട്ട് ഇതേ ADGPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് DGP റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റാൻ എന്ത് വിഷമമാണുള്ളത്? അത് മാത്രമല്ല, ഇങ്ങനെ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന് മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്തയാൾ ഇപ്പോഴും ക്രമസമാധാന പാലന ചുമതലയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലാതെ പിന്നെ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, RSS നേതാവിനെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ ആരെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലുള്ള ആൾക്കാരെ കാണുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും അദ്ദേഹം അങ്ങനെ കാണുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ
പോലീസിനെ നിയന്ത്രിക്കുന്നത് ഏത് പാർട്ടിയാണ്, ആ പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ്, അവർ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് അക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൊതുവെ, അതായത് നമ്മുടെ പൊതുസമൂഹമോ പ്രതിപക്ഷമോ ഒക്കെ തന്നെ അത് കാണുന്നത് തെറ്റായ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എന്നുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതിൽ അപകടവുമില്ല. അല്ലാതെ ഒരു വ്യക്തിയെ കണ്ടു എന്നത് ഒരാളിനെ മാറ്റുന്നതിന് മതിയായ കാരണമല്ല. നേരെ മറിച്ച് പൂരം അലങ്കോലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തിക്ക് ലോ ആൻഡ് ഓർഡർ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെത്തിയില്ല എന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നോ ആണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫൈൻഡിംഗ് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് പിന്നീട് അദ്ദേഹത്തിനെ നിലനിർത്താൻ പാടുള്ളതല്ല. പക്ഷേ ഇവിടെ തമാശയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള പരാമർശമുണ്ട് എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞതിന് ശേഷം പോലും ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നീട് എന്താണ് ചെയ്യുക? അവിടെയും പല സീക്വൻഷ്യലായിട്ടുള്ള അന്വേഷണങ്ങളാണോ വരിക? ഒരു റിപ്പോർട്ടിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു റിപ്പോർട്ട്, ഇനി അതിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഒരു റിപ്പോർട്ട് എന്ന രീതിയിലത്തേക്കാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന്, അതിപ്പോൾ RSS നേതാക്കളെ കണ്ട വിഷയത്തിലായിക്കോട്ടെ, പൂരത്തിലായിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് വിശ്വസനീയമായ രീതിയിലത്തേക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിനെ മുഖവിലക്കെടുക്കാതെ കൂടുതൽ അന്വേഷണം അതിൽ വേണം എന്ന് പറയുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ തന്നെ പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ആർക്കാണ് ബെനിഫിഷ്യൽ ആവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റിസൾട്ട് കൊണ്ട് അങ്ങനെയാണെങ്കിൽ അറിയാനും പറ്റുമല്ലോ. അക്കാര്യം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, സംഘപരിവാറിന് ഗുണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ, ആ പൂരം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ തടയേണ്ടയാൾ അതായിരുന്നുവല്ലോ ADGP MR അജിത് കുമാർ. ഇത് DGP തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ട്. എന്നിട്ടും ആ പോസ്റ്റിൽ ഇരിക്കുന്നതിനെയാണ് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് MV ഗോവിന്ദൻ എന്താണ് പറയുന്നതെന്ന് ഒന്നുകൂടി കേട്ടിട്ട് വരാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ തത്സമയമാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റവര് ഇസ്ലാം രാഷ്ട്രം വേണം എന്ന് പറയുന്നവർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനവിരുദ്ധ നിലപാടുകൾ, തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഞാൻ പറയുന്നത്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് വളരാനുള്ള പശ്ചാത്തലമാണ് ഒരുക്കുക എന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നായി ചേർന്ന് പാർട്ടിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും ഇത്തരത്തിലുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഖാവ് KT ജലീൽ MLA സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം 2-ാം തീയതി എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പത്രക്കാരെല്ലാം ആദ്യഘട്ടം പോയത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരല്ല എന്ന് കണ്ടപ്പോ നിങ്ങൾ ആ പരിപാടി തന്നെ ഉപേക്ഷിച്ചു പോകുന്ന നിലയിലേക്ക് എത്തി. എത്ര വ്യക്തമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയാൻ പോവാണ് ജലീൽ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രക്ഷേപണത്തിൽ തന്നെ പിൻവാങ്ങി. ഇതെല്ലാം അവസരവാദപരമായ രാഷ്ട്രീയം എന്നല്ലാണ്ട് വേറെ എന്താ ഇതിനെല്ലാം പറയാം? അപ്പോ സ്വാഭാവികമായും മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയങ്ങളുമാണ് നിർമ്മിക്കുന്നത്. അത് അവസരവാദപരമായ നിലയിലാണ് നിങ്ങൾ കുറെ കാലമായിട്ട് തുടരുന്നത്. ഇത് കുറേയും കൂടി തുടരുമ്പോൾ ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള സമീപനമാണ് പാർട്ടിക്ക് സ്വീകരിക്കാനുള്ളത്. എല്ലാ കാലവും ഇതേപോലെ പോകും എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വഴിയും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇത്തരത്തിലുള്ള കൂട്ടായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി ഉണ്ടാവും എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. തത്സമയമായിരുന്നു ഇപ്പോൾ കേട്ടത്. ശ്രീ ഡോക്ടർ B ജയരാജ്, ഇതിപ്പോൾ പാർട്ടിക്കെതിരെയാണ് മാധ്യമങ്ങളെല്ലാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ, ഇത് പതിവുള്ള പല്ലവി തന്നെയാണ്.
2016 മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതിനു മുൻപ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ആരുടെ പക്ഷത്തായിരുന്നു മാധ്യമങ്ങൾ, അന്ന് ഇടതുവിരുദ്ധരായിരുന്നോ മാധ്യമങ്ങൾ എന്ന് തിരിച്ചു ചോദിക്കുവാനേ തോന്നുന്നുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഭരിക്കുന്നവർ ആരാണ്, ഭരിക്കുന്ന പാർട്ടി ആരാണ്, അവർ വിമർശനം നേരിടേണ്ടി വരും. അത് സ്വാഭാവികമായ കാര്യമാണല്ലോ. നമുക്ക് ADGPയുടെ കാര്യത്തിലേക്ക് വരാം. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിന് നിയമപരമായിട്ട് ഒരു തടസ്സവും സർക്കാരിന് മുന്നിലില്ല. എന്നിട്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഘടകകക്ഷികൾ പോലും ഉന്നയിച്ചിട്ട് മറുപടിയില്ല. ഒരു റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. റിപ്പോർട്ടും മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്, DGPയുടെ. എന്നിട്ടും പോരാ, ഇനിയും പരിശോധന വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി. എന്ത് ചോദിച്ചാലും അതായിരുന്നുവല്ലോ ഇന്നലെ മുഖ്യമന്ത്രി ചെയ്തത്. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയായിരുന്നു, മുമ്പ് ചിരിക്കില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയെ, ഇപ്പോൾ ചിരിച്ചപ്പോഴും കുറ്റമായി എന്ന്. ചിരിച്ചപ്പോൾ കുറ്റമായി എന്നുള്ളതല്ല, അതിങ്ങനെ പരിഹാസ്യമായ രീതിയിൽ പറയുന്നത് കൊണ്ടാണ്. എന്ത് തടസ്സമാണ് ADGPയെ മാറ്റുന്നതിൽ സർക്കാരിനുള്ളത്? മുഖ്യമന്ത്രിയുടെ ഒറ്റ പിടിവാശിയല്ലേ അത്? ഈ 2016 മുതൽ മാധ്യമങ്ങൾ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമിച്ചു എന്ന് പറഞ്ഞത്, മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് മാധ്യമങ്ങൾ വിൽക്കണം, മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് സബ്ജക്റ്റ് അല്ലേ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതികരിച്ചത്. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ അഴിമതി തുറന്നു കാണിക്കുകയോ, പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി തുറന്നു കാണിക്കുകയോ, കെടുകാര്യസ്ഥത കാണിക്കുകയോ, പിന്നെ പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി തുറന്നു കാട്ടിയത് പിന്നെ ആരാണ് പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി തുറന്നു കാട്ടിയത്? മാധ്യമങ്ങൾ തുടർച്ചയായി വാർത്തകൾ കൊടുത്തത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. എല്ലാ കാലത്തും, ഈ അടുത്ത കാലത്ത് എല്ലാം താങ്കൾ ശ്രദ്ധിച്ചു നോക്കുക, അതിലെല്ലാം ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരായിട്ട് നിഷ്പക്ഷ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഡോക്ടർ B ജയരാജ് കഴിഞ്ഞ 8 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെയും വാർത്തകൾ വരും. അപ്പോൾ ഉടനെ വന്ന് ഇടതുവിരുദ്ധരാക്കിയിട്ട് കാര്യമില്ല. അല്ല, നമുക്കത് വിടാം. ഞാൻ അക്കാര്യമല്ല ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ ADGPയുടെ വിഷയത്തിൽ അതും പറയാൻ പറ്റില്ലല്ലോ. ഘടകകക്ഷികൾ പോലും CPIയും RJDയും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാം മഞ്ജുഷ്. അതിനു മുമ്പ് നമ്മൾ ഈ മാധ്യമങ്ങളുടെ, യഥാർത്ഥ മാധ്യമങ്ങളുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ ഫാന്റസി നിന്നുകൊണ്ടാണ് ഇപ്പോഴും മഞ്ജുഷ് പറയുന്നത്. പക്ഷേ സമീപകാല യാഥാർത്ഥ്യം അതല്ലെന്ന് ഇവിടുത്തെ നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ADGPയുടെ വിഷയം DGP ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണ്? തൃശ്ശൂർ ജില്ലയിൽ ഈ പൂരം നടക്കുന്ന സമയത്ത് ADGP അവിടെ ഉണ്ടായിരുന്നു, ADGP ഇടപെട്ടില്ല എന്നുള്ളത് മാത്രം ഒരു ഒറ്റ സെന്റൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇടപെട്ടില്ല, എങ്ങനെ ഇടപെടാൻ കഴിഞ്ഞില്ല, എന്തൊക്കെയാണ് ADGPക്ക് പറ്റിയ വീഴ്ചകളെന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഈ നമ്മുടെ DGP എന്ന് പറയുന്നത് വെറുതെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ആളാണ്. പലതരത്തിലുള്ള പരിശോധനകൾ പല ആളുകളുമായിട്ടും കൺസൾട്ട് ചെയ്ത് അവിടെ ADGP MR അജിത് കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കില്ലേ DGPയെ പോലെയുള്ള ഒരാൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയല്ലല്ലോ ഡോക്ടർ B ജയരാജ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പോയി കൂടുതൽ പരിശോധിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തള്ളിയത്. അതായത് DGPയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല. മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ളത് ADGP MR അജിത് കുമാറിനെയാണ്. അങ്ങനെയൊന്നും ഭാഷ്യം സൃഷ്ടിക്കല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു കണക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉത്തരം മാത്രം കിട്ടിയാൽ പോരല്ലോ. അത് ഏത് റൂട്ട് വഴിയാണ് വന്നതെന്നും കൂടെ വഴി എഴുതി ചെയ്യണമല്ലോ. വഴി എഴുതി ചെയ്യണമെന്ന് മാത്രമേ മുഖ്യമന്ത്രിയായ ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെട്ടുള്ളൂ. ആ വന്ന വഴികൾ ഏതൊക്കെയാണ്, ആ റൂട്ട് ഏതാണ്, എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയത്, അത് കൃത്യമായിട്ട് പറയണം എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അല്ലാതെ DGPയുടെ റിപ്പോർട്ടിന് സീരിയസ്നെസ് ഇല്ലയെന്നൊന്നും ഒന്നും വ്യംഗ്യമായിട്ട് എടുക്കേണ്ടെന്ന കാര്യമല്ല. ഇങ്ങനെ തന്നെയാണ് വ്യക്തമായിട്ട് ഇന്ന ഗ്രൗണ്ട്സിലാണ് ഇങ്ങനെ കൺക്ലൂഷനിലെത്തിയത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ നമുക്ക് ഒരാളോട് പറയാൻ പറ്റൂ. അത് കോടതിയിൽ പോയാലും അതല്ലേ കാണിക്കാൻ പറ്റൂ. അല്ലാതെ ഒറ്റ കൺക്ലൂഷനിൽ ഇങ്ങനെ DGPക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ എന്തുവരെ കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ആരും കോടതിയിൽ പോകാൻ പോകുന്നില്ല. എത്രയോ ഉദ്യോഗസ്ഥരെ ഒരു സ്ഥലം മാറ്റുന്നു, അതിനെതിരെയൊക്കെ പദവിയിൽ നിന്ന് മാറ്റുന്നു. ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകുവാനുള്ള സ്പേസ് കിട്ടുകയാണോ? ഇവിടെ റിപ്പോർട്ടില്ല എന്ന് പറയുമ്പോൾ DGPയുടെ റിപ്പോർട്ട് തന്നെ ഉണ്ട്. ഡോക്ടർ B ജയരാജ് പൂരം കലക്കിയതിൽ
പ്രധാന പങ്ക് വഹിച്ചയാൾ എന്ന രീതിയിലാണ് അങ്ങനെയല്ല, ADGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പൂരം കലങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അല്ല കലക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അത് സംഘപരിവാറിനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ADGPക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. അത് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. പക്ഷേ ക്രമസമാധാന പാലന ചുമതലയിൽ ഇപ്പോഴും ഇരിക്കുന്നത് ADGP ആയി MR അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയല്ലാതെ മറ്റെന്താണ്? ഇതേ ADGP തന്നെയാണല്ലോ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജുഷ്, ഒരു ചൊല്ലുണ്ട്, ആക്ട് ഇൻ എ ഹറി ആൻഡ് റിപ്പൻ ഇൻ ഹേസ്റ്റ് എന്ന് പറയും. നമ്മളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ സെന്റൻസിന്റെ പുറത്ത് ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇതിൽ വലിയ നടപടിയായിരിക്കും മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. തികച്ചും കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള നടപടി, ഇപ്പം തൽക്കാലത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഓരോ ജനത്തിന്റെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവർക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഷെയ്ഡി ക്യാരക്ടറായുള്ള ഒരാൾ, ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ, അയാളാണ് ആ പദവിയിൽ ഇരിക്കുന്നത് എങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാണ് എന്നുള്ള കാര്യം എങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് പറയുവാൻ കഴിയും? വെറുതെ പറയാൻ കഴിയുമായിരിക്കും, പക്ഷേ അത് സത്യസന്ധമായി എങ്ങനെ പറയാൻ കഴിയും? മഞ്ജുഷ്, ഒരു കാര്യം ആലോചിക്കണം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ മാത്രം ഇയാൾ ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയപ്പെടുകയാണെങ്കിൽ ആ ഗ്രേവ് ഇറസ്പോൺസിബിലിറ്റീസിന് പകരമാകുമോ? ആദ്യത്തെ ചോദ്യം അതാണ്. അത് മാത്രം പോരല്ലോ, പേരിന് വേണ്ടിയിട്ട് ക്രമസമാധാന പാലനത്തിൽ മാറ്റി വേറൊരു സ്പേസിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? അങ്ങനെ അല്ലല്ലോ. താങ്കൾ തന്നെ ഉന്നയിച്ചതുപോലെ നാടിന്റെ സമാധാന അന്തരീക്ഷം കെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷ അദ്ദേഹം അർഹിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെന്താ ആ ഒരു അർത്ഥത്തിലെടുക്കാതെ ഇയാളെ സംരക്ഷിക്കാൻ ഇയാൾ ആരാണ്? ഇയാളൊരു ADGP, ഒരു ഗവൺമെന്റ് സിവിൽ സർവന്റ് എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മമത എന്നുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇയാളെ സംരക്ഷിക്കാൻ മാത്രം ഈ ADGP ആരാണ് എന്നുള്ള ചോദ്യമാണ് സമൂഹവും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ MK ഹരിദാസ്, ഈ ഒരു വലിയ റിപ്പോർട്ട് എന്തോ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും. ഘടകകക്ഷികൾ അക്കാര്യത്തിൽ കുറച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര നാൾ എന്നുള്ള ഒരു സംശയവുമുണ്ട്. ഇന്ന് ബിനോയ് വിശ്വം മയപ്പെടുത്തിയ പോലെ തോന്നുന്നുണ്ട്, ധൃതിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലപാട് ഞങ്ങളുടേത് ഇത് തന്നെയാണ്, MR അജിത് കുമാറിനെ മാറ്റണം എന്ന് ബിനോയ് വിശ്വം പറയുന്നത്. CPI ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മാറ്റുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഈ കാത്തിരിപ്പ് ഇത്രയും നാൾ? എന്ത് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത്? മാറ്റുവാനുള്ള സാധ്യതയ്ക്ക് മേ ബി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. മഞ്ജുഷ് കാണുന്ന പോസിബിലിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞു, അദ്ദേഹം ആ റിപ്പോർട്ടിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് പൂരം അലങ്കോലപ്പെട്ടിട്ടുണ്ട്, അതിനെ ശക്തമായ താക്കീത് നൽകാനോ അതിനെ കലങ്ങാതിരിക്കാൻ വേണ്ടുന്ന നടപടികൾ എടുക്കാനോ ADGP തയ്യാറാവാത്തത് മാത്രമാണ്. ഇദ്ദേഹം ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ MV ഗോവിന്ദൻ്റെ സംഭാഷണം അടക്കം കേട്ടപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ റിപ്പോർട്ട് കണ്ടിരിക്കുന്ന ഏക വ്യക്തി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ശ്രീ ജയരാജ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അത് മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നും. മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല, മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണഭോക്താക്കളുടെ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശ്രീ ജയരാജ് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ കുലം കുത്തികളെയും അതുമാതിരി തന്നെ നമ്മൾ പറയില്ലേ ഈ നികൃഷ്ടജീവികളെയും ഒന്നും ഈ മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. നമുക്കിവിടെ അബ്ദുള്ള കുട്ടി ഗുജറാത്തിലെ കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു CPMൻ്റെ നിലപാട് എന്നുള്ളതും, അതുമാതിരി തന്നെ ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയപ്പോൾ എന്തായിരുന്നു എന്നുള്ള കാര്യവും, അതുമാതിരി തന്നെ MK പ്രേമചന്ദ്രൻ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻറ്റീനിൽ ഇരുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ ഈ CPMൻ്റെ നിലപാട് എന്തായിരുന്നു, അതൊക്കെ വിടും. അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. എൻ്റെ അറിവിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഒരു BJPക്കാരൻ, അവർ വളരെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പഠിച്ചു വളർന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ BJPക്കാരൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ഈ ലോക്കൽ സെക്രട്ടറി പോയിട്ട് തലേ ദിവസം അവിടെ ഉത്സാഹിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് പാർട്ടി കണ്ടെത്തിയ കുറ്റം എന്താണെന്നറിയോ? ആവശ്യത്തെക്കാളധികം ഒരു BJP പ്രവർത്തകൻ്റെ വീട്ടിലെ ഉത്സാഹം കാണിച്ചതിൻ്റെ പേരിൽ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞ പാർട്ടിയാണത്. അപ്പോൾ ഇവിടെ
ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു ADGP പോയിട്ട് ഒരു ഇത്തരത്തിലുള്ളൊരു എന്താ പറയേണ്ടത് RSSൻ്റെ ഒരു നേതാവിനെ കണ്ടതിനെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ പറയുന്നത് ഇതാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് ആരാണോ ഭരിക്കുന്ന ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് ആ പാർട്ടിയുടെ ഇംഗിതങ്ങൾക്കും ഇച്ഛാശക്തിക്കും അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ ഇവിടുത്തെ പോലീസുകാരൊക്കെ എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്. അതിന് ശ്രീ അജിത് കുമാർ തയ്യാറാവാതെ പോയി കണ്ടതിലും ഈ ലോക്കൽ സെക്രട്ടറിയെ മാറ്റിയ ആ ഒരു കാഴ്ചപ്പാടും കൂടിയിട്ടൊന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തി മുഖ്യമന്ത്രി മുൻപോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരം പറയാനില്ല. ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നതല്ല, ശ്രീ ജയരാജും ഒരു പക്ഷെ മനസ്സുകൊണ്ട് ചോദിക്കേണ്ടായിരിക്കാം എന്തിനാണ് ഇത്ര. കാരണം നമ്മൾ ആരും പറയുന്നില്ല, മാധ്യമങ്ങൾ പറയുന്നില്ല, ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ പറയുന്നില്ല അജിത് കുമാറിനെ ഈ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടണം, നടന്നിട്ടുള്ള കാര്യമല്ല, നടക്കില്ല, 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരിക്കപ്പെടുന്ന ഒരു സർക്കാർ, ഭരിക്കുന്ന ഒരു സർക്കാർ ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു വ്യക്തിയെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു നല്ല സന്ദേശം, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന, കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി നിർത്തുകയും ആരെ കൊണ്ടൊക്കെയാണെങ്കിൽ അന്വേഷിപ്പിക്കട്ടെ, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, ആ അന്വേഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം സംശുദ്ധനാണ്, യാതൊരുവിധ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് കണ്ടാൽ തിരിച്ച് അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതല തന്നെ പിണറായി വിജയൻ അധികാരം ഒഴിയുന്നതുവരെ, രണ്ടാം പിണറായി സർക്കാർ അധികാരം ഒഴിയുന്നതുവരെ വെക്കട്ടെ. അപ്പം നമുക്ക് പിണറായി വിജയൻ്റെ സംശുദ്ധിയെക്കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നതിനെ കുറിച്ചിട്ടും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഇവിടെ അതല്ല, ഇവിടെ ബെഹ്റയെ പോലുള്ളൊരു വ്യക്തിയെ സംരക്ഷിച്ചതുപോലെ തന്നെ ബെഹ്റ മോൺസന്റെ താവളത്തിൽ പോയതും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സംരക്ഷിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഷന് പുറമെ ഏകദേശം 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന മെട്രോയുടെ MD ആക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പോലീസുകാരെ മാത്രം ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയത് എന്നുള്ളൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ വരുമാറുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരും ഇത് അവസാനിപ്പിക്കാനായിട്ട് മഞ്ജുഷ്, കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാർക്കും, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, UDFൻ്റെ ആവട്ടെ, LDFൻ്റെ ആവട്ടെ, എല്ലാ മുഖ്യമന്ത്രിമാർക്കും അവർ ഭരിക്കുന്ന, അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു നിയന്ത്രണം ഈ മുഖ്യമന്ത്രിമാരിൽ ഉണ്ടായിട്ടുള്ള ചരിത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ RJD നേതാവായ ശ്രീ വർഗീസ് ജോർജ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ജോർജിന്റെ ടെലിഫോൺ ലൈൻ. ശ്രീ വർഗീസ് ജോർജ്, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റും എന്നുള്ള വിശ്വാസം ഇപ്പോൾ RJDക്ക് ഉണ്ടോ? മഞ്ജുഷേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ട് ഡോക്ടർ ജയരാജ് പാനലിലുള്ളപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കണമോ എന്നെനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ സുഹൃത്ത് മഞ്ജുഷ് ഒരു പ്രതികരണം ആവശ്യപ്പെട്ടപ്പോൾ അത് പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ഇപ്പോൾ സബ് ടൈറ്റിൽസ് എഴുതി കാണിച്ചപ്പോൾ CPM വിലയിരുത്തിയിരിക്കുന്നു ADGPയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI, അതുപോലെ തന്നെ NCP, RJD ഈ 3 പാർട്ടികളാണ് ADGPയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ CPM-ഉം ആ ഒരു വിലയിരുത്തൽ എത്തിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ അത് മാറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അതൊരു വീഴ്ച എന്നുള്ള കാര്യം അത് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ ശ്രീ വർഗീസ് ജോർജ്. അത് ഈ DGP കൊടുത്ത ആ നോട്ടുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പൂരം നടത്തിപ്പിൽ വീഴ്ച പറ്റി, അതായത് ക്രമസമാധാന പാലനത്തിൽ അവിടെ പൂരത്തിന്റെ സമയത്ത് വീഴ്ച പറ്റി എന്നുള്ളതാണ്. പക്ഷെ അത് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ലല്ലോ. ഒന്നുകൂടി പോയി പരിശോധിക്കാനല്ലേ പറയുന്നത്? എന്തിന് അങ്ങനെ ഒരു പരിശോധന? ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് RSSന്റെ വിഷയമാണ്. മറ്റു കാര്യങ്ങളിലൊന്നും ഞങ്ങൾ LDFിൽ ഉന്നയിച്ചിട്ടില്ലായിരുന്നു. RSSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെടുത്ത നിലപാട്, RSS കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത നിലപാട് അതൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. അത് മഞ്ജുഷ് പറഞ്ഞത് ശരിയാണ്, ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. LDFിൽ ഞാൻ അതാണ് പറഞ്ഞത്. കാരണം ഇതൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. RSSന്റെ വക്താവ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു, കൂടിക്കാഴ്ച നടത്തിയെന്ന്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയെന്ന്. പിന്നെ എന്താണ് അന്വേഷണത്തിന്റെ പ്രസക്തി? ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നം. അതുകൊണ്ട് ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നയങ്ങൾ നടത്താൻ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥനെതിരെ പിന്നീട് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഒരു നടപടിയാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ചും നമുക്ക് ധാരാളം അത്തരം അനുഭവങ്ങളുണ്ട്. വിഷ്ണു ഭഗവത് കേന്ദ്രത്തിൽ BJP ഭരിച്ചിരുന്നപ്പോൾ, വാജ്പേയി ഭരിച്ചിരുന്നപ്പോൾ കരസേന അധിപനായിരുന്നു.
അന്ന് ജോർജ് ഫെർണാണ്ടസിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്ന് ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യയുടെ കരസേനാധിപനെ പിരിച്ചുവിട്ടു. ചിന്തിക്കാൻ സാധിക്കുമോ? കരസേനാധിപനെ പിരിച്ചുവിട്ടു. പിന്നെയാണ് ഒരു ADGP ഞങ്ങൾ പിരിച്ചുകൊണ്ടെന്ന് സസ്പെൻഡ് ചെയ്യണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് ഒന്ന് മാറ്റി ജയിലിലേക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിലേക്കോ പ്ലാനിങ്ങിലോട്ടോ ട്രെയിനിങ്ങിലോട്ടോ മാറ്റണമെന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. കാരണം ഒരു അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഒരു ഫെയർ ട്രയൽ, ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി അദ്ദേഹം തന്നെ പറയണ്ടേ ഞാൻ മാറുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തെ മാറ്റിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. അതുകൊണ്ട് ആ നിലയിൽ ഒരു അന്വേഷണത്തിന് ഒരു പ്രസക്തി ഇല്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ പക്ഷേ അന്വേഷണം നടന്നു, അന്വേഷണം പൂർത്തിയായല്ലോ. 30 ദിവസമായിരുന്നു അന്വേഷണത്തിന്റെ കാലാവധി, അത് പൂർത്തിയായി. 2 കാര്യത്തിലും പൂർത്തിയായിട്ടുണ്ടല്ലോ. DGP-ന് ഏത് സമയത്ത് വേണമെങ്കിലും റിപ്പോർട്ട് കൊടുക്കാം. അതിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ ADGP RSS നേതാക്കളെ കണ്ടതും. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? എന്തായാലും ഇത്രയുമായി, ഇനി ആ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നടപടി നോക്കാം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ മറുപടി, അതിൽ നിങ്ങൾ എത്രമാത്രം ഒരു വിശ്വാസ്യത കാണുന്നുണ്ട്? മഞ്ജുഷ, ആ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ RSSനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഒരു പ്രസക്തിയില്ല. അത് ഗവൺമെന്റ് നേരിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. അതിന്റെ നടപടിയായിരുന്നു ഗവൺമെന്റ് എടുക്കേണ്ടത്. ഇപ്പോൾ റിപ്പോർട്ട് വന്നാൽ തന്നെ അതെന്തായിരിക്കും? ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച് അന്വേഷിക്കുന്നു, ഒരു രാഷ്ട്രീയ പ്രശ്നം അന്വേഷിക്കുന്നു. ആ രാഷ്ട്രീയ പ്രശ്നം പോലീസ് ഓഫീസേഴ്സ് അന്വേഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അന്വേഷണത്തിൽ പ്രസക്തിയില്ല. ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പെരുമാറണമായിരുന്നു, പ്രവർത്തിക്കണമായിരുന്നു. പ്രത്യേകിച്ചും RSSന്റെ ചെറിയ നേതാക്കളെയൊന്നും അല്ലല്ലോ മഞ്ജുഷ പോയി കണ്ടത്. RSSന്റെ ദേശീയ നേതാക്കളെയല്ലേ പോയി കണ്ടേ? ആ ദേശീയ നേതാക്കളെ കണ്ട ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി വേണമായിരുന്നു അന്വേഷിക്കാൻ. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ആ റിപ്പോർട്ടോ, ഈ DGP കൊടുത്ത ആ നോട്ട്, അത് നിങ്ങളൊരു പ്രസക്തമായിട്ട് കാണുന്നില്ല അല്ലേ? ഈ പൂരം കലക്കുന്നതിൽ ADGP പങ്ക് വഹിച്ചു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ല എന്നാണോ? അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നടപടി എടുക്കാമായിരുന്നുവല്ലോ, അത് എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അങ്ങനെ ഒരു ചോദ്യമില്ലേ പാർട്ടിക്ക്? മഞ്ജുഷ, ഞങ്ങൾ LDF യോഗത്തിൽ ഈ പൂരത്തിന്റെ കാര്യം അതുപോലെ തന്നെ അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നുള്ള നിലയിൽ RSSന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നീടാണ് പൂരത്തെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നുള്ള ഒരു തീരുമാനം വന്നത്. അതൊരു സെപ്പറേറ്റ് ആയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. അത് വീണ്ടും അന്വേഷിക്കണമെന്നും പറഞ്ഞാണല്ലോ വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഇഷ്യൂ ആണ് ഞങ്ങൾ ഉയർത്തത്, പൊളിറ്റിക്കൽ ഇഷ്യൂ. ആ പൊളിറ്റിക്കൽ ഇഷ്യൂ എങ്ങനെ റിസോൾവ് ചെയ്യും? പക്ഷെ അത് കാര്യങ്ങൾ നീണ്ടു പോവുകയാണല്ലോ ശ്രീ വർഗീസ് ജോർജ്. അപ്പോൾ ഈ DGP-യുടെ അന്വേഷണ റിപ്പോർട്ടിന് തന്നെ പ്രസക്തി നിങ്ങൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ, അപ്രസക്തമായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് അല്ലേ? ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇപ്പൊ തന്നെ ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ഞങ്ങൾക്ക് വളരെ ആദരവുണ്ട്. നമ്മുടെ LDFന്റെ ലീഡറാണ്. പക്ഷെ ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനത്തിലും ADGP RSS നേതാക്കളെ കണ്ടത് തെറ്റായിപ്പോ എന്നൊരു വാചകം പറയുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ ഞങ്ങൾ ശക്തമായ തീരുമാനം എടുക്കുമെന്ന് പറയുന്നു. നമ്മൾ റീറ്ററേറ്റ് ചെയ്യണ്ടേ, നമ്മുടെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തണ്ടേ? അങ്ങനെ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ആ വകുപ്പ് നയിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയണ്ടേ, ADGP എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ RSSനെ കണ്ടത് തെറ്റായിപ്പോയി എന്ന് അഫം ചെയ്യണ്ടേ? അതും ചെയ്തില്ല. അതുകൊണ്ട് ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ അല്ല ആ ഉച്ചരണി. ആക്ട് ഇൻ ഹേസ്റ്റ് ആൻഡ് റിപ്പന്റ് ഓൺ സൺഡേ അല്ല. ഷേക്സ്പിയർ പറയുന്നത് മാരേജിനെ കുറിച്ചാണ്. മാരി ഇൻ ഹേസ്റ്റ് ആൻഡ് റിപ്പന്റ് ഓൺ സൺഡേ. അതൊരു കല്യാണം പോലെ അല്ലത്. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ ധൃതിയുള്ളൊരു തീരുമാനമല്ല, സാവധാനം വേണം എന്ന് ഡോക്ടർ ജയരാജ് പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മൾ തമസ്കരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, LDFന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, ഇതെല്ലാം മനസ്സിലാക്കാത്ത ഒരാളല്ലല്ലോ ശ്രീ വർഗീസ് ജോർജ്, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. അപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാടിനൊപ്പം ഒരു റിപ്പോർട്ട് വരട്ടെ, അതുപ്രകാരം ഒരു നടപടി ആലോചിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഒരിക്കലും പറ്റാത്ത കാരണം എന്താണ്? അതിൽ ഈ നിയമപരമായ തടസ്സം പോലും പറയുന്നുണ്ട്. ഒരാൾക്കെതിരെ, ഒരു പ്രധാന ചുമതലയിൽ ഇരിക്കുന്ന ആൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ചട്ടങ്ങളില്ലേ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചോദിക്കുന്നു, പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നു. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് അതെന്താണ് പ്രശ്നം? ഞങ്ങൾ നടപടിയെടുക്കാൻ പറഞ്ഞില്ലല്ലോ, ശിക്ഷിക്കാൻ പറഞ്ഞില്ലല്ലോ.
ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞില്ലല്ലോ. കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയാണ്. അതൊരു ശിക്ഷയാണോ? അതിനെന്ത് ഫോർമാലിറ്റിയാണുള്ളത്? ശ്രീ ഡോക്ടർ ബി ജയരാജ്, താങ്കൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ശ്രീ വർഗീസ് ജോർജ് നൽകിയത്. എങ്ങനെയാണ് താങ്കൾ പറഞ്ഞുവല്ലോ ധൃതി പിടിച്ച് തീരുമാനം എടുക്കരുത് എന്ന്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ വിഷയത്തെ ആ രീതിയിലല്ലേ കാണേണ്ടത് CPM. ഇടതുപക്ഷത്തെ രണ്ട് പ്രധാന പാർട്ടികൾ CPIയും RJDയും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അവർ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് അവർ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പാർട്ടിക്ക് CPMനത് ബോധ്യമാകുന്നില്ല? മുഖ്യമന്ത്രിയുടെ ഒറ്റ നിലപാട് അതിനെ പാർട്ടിക്ക് പിന്തുണയ്ക്കേണ്ടി വന്നിരിക്കുന്നു. അതല്ലേ ശരി? തിയറിറ്റിക്കലി CPI പറയുന്നതും RJD പറയുന്നതും കൃത്യമായ ഇടതുപക്ഷ ന്യായം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതൊരു ഇടതുപക്ഷ സഹയാത്ര എന്ന നിലയിൽ അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇതിനകത്തുള്ളൊരു ഒരു ഒരു എവിടെയാണ് ഇതിനകത്തൊരു ഡയലമ എന്ന് പറയുന്നത്? ഇതിനകത്തെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. മറ്റുള്ളവരിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരാരെങ്കിലും, നേരത്തെ MK ഹരിദാസ് സാർ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് RSSകാരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ തൽക്ഷണം തന്നെ പാർട്ടി നടപടി എടുക്കുകയാണ് പതിവ്. കാരണം ഞാൻ നേരത്തെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഒരു നഗരത്തിന്റെ മേയറായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് വരെ ജയിൽവാസം അനുഭവിച്ച ശ്രീ N പത്മനാഭൻ എന്ന് പറയുന്ന CITയുടെ നേതാവ് ഒരു RSSന്റെ ഒരു പരിപാടിക്ക് പോയി വിളക്ക് കൊളുത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മേയർഷിപ്പിൽ നിന്നും താഴെ ഇറക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ വേറെ ചർച്ചയൊന്നും ആവേണ്ടിയിരുന്നില്ല. ജില്ലാ കമ്മിറ്റി കൂടി അന്നേരം തന്നെ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ CPM കാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും മിക്കവാറും ഈ ജോർജ് ഫെർണാണ്ടസിന്റെ കാര്യം പറഞ്ഞത് വേറൊരു രീതിയാണ്. ആ സമയത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം. ജോർജ് ഫെർണാണ്ടസിന്റെ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ കേരളത്തിലുള്ള ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല സന്ദർഭങ്ങളിലും, അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാകട്ടെ ഇടതുപക്ഷം ഭരിക്കുന്നതാണ്, ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. മറ്റേത് പലതും ബിഹൈൻഡ് ദ കർട്ടൻസ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പോയി കാണുകയും അതിനുശേഷം പിന്നെ നമുക്ക് ഒരുപാട് പേരെ അറിയാം. ആനന്ദ് ബോസ് ആണെങ്കിലും ശരി, പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു IAS കേഡറിലുള്ള ആളാണ്. പിന്നീട് നമ്മുടെ സെൻകുമാർ ആണെങ്കിലും ശരി, ഇവരെല്ലാം ആ ഒരു പാളയത്തിലേക്ക് പോവുകയാണ്. ഇവരെല്ലാം ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണ്. അതല്ലാതെ ഇതിന് പൊളിറ്റിക്കലി നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ പേരിന് നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അടിയന്തരമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഐവാഷ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണോ ശ്രീ വർഗീസ് ജോർജ്? അങ്ങനെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യമായി മാറുമെന്ന് ജയരാജ് പറയുന്നു. മഞ്ജുഷ, ജയരാജ് സാറിന് ഞാനും കൂടി തർക്കത്തിന് പോകത്തില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരെ മുന്നണിയുടെ ഒരുമിച്ച് പോകുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ റീറ്ററേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിനെ ജയരാജ് സാറ് നിഷേധിച്ചില്ലല്ലോ. അതൊരു ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ലാലു പ്രസാദ് യാദവാണ്. ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിക്കാനായിട്ട് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രാമശിലാ ഘോഷയാത്രയായിട്ട് വന്നപ്പം സമസ്തിപൂരിൽ വെച്ച് LK അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട പാർട്ടിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. ഈ സെക്യുലറിസത്തിന്റെ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം. ഇനിയും വൈകരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ മഞ്ജുഷ. ശരി, ശ്രീ പണിക്കർ, എങ്ങനെയാണ് ഇപ്പോൾ വർഗീസ് ജോർജ് നിലപാടിനെ താങ്കൾ കാണുന്നത്? ഇത് ഇടതുപക്ഷ നിലപാട് തന്നെയാണ്, പക്ഷേ അതിപ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ CPMന് കഴിയുന്നില്ല, മുഖ്യമന്ത്രിക്കും കഴിയുന്നില്ല. അല്ല, നോക്കൂ, അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ നിലപാടാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല. അത് ശരിയാണ്. അവരുടെ ഒരു മുന്നണിക്ക് പ്രത്യേകമായിട്ടുള്ള ചില പ്രത്യയശാസ്ത്രങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവരുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവായിക്കോട്ടെ, മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ആളായിക്കോട്ടെ, അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിക്കോട്ടെ പോവുകയാണ് എങ്കിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പാർട്ടികളെല്ലാം തന്നെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ട് എന്ന് പൊളിറ്റിക്കലി ഒരു തിരിച്ചറിവുണ്ടായാൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന്, നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് സെന്ററുകളിലേക്കോ ഡോഗ് സ്ക്വാഡിന്റെ നിയന്ത്രണത്തിനോ അങ്ങനെ എവിടെ വേണമെങ്കിലും വിടാം. അതൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷനാണ്. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഏറ്റവും അപഹാസ്യമാവുന്ന അവിടെയാണ്. RSS നേതാവിനെ കണ്ടു എന്ന ഒരു വിഷയം DGP അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് മനസ്സിലാവാത്ത അതാണ്.
ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൃത്യവിലോപം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഒരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിലോ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാളിനെ കണ്ടെങ്കിലോ ഒരു ക്രിമിനലിനെ കണ്ടെങ്കിലോ ഒക്കെ തന്നെ ഏത് രീതിയിലായിരിക്കും DGP അതിൻ്റെ റിപ്പോർട്ട് എഴുതുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് എല്ലാവരും സ്ഥിരീകരിച്ചിരിക്കുന്ന അജിത് കുമാർ അടക്കം അദ്ദേഹത്തിനെ കൊണ്ടുപോയ ആളടക്കം സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ അവിടെ പോയി കണ്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. ഈ പോയി കണ്ടത് തെറ്റാണ് എന്ന് DGPക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് സർവീസ് ചട്ടമാണ് ലംഘിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമല്ലേ? കാരണം ഇവരൊക്കെ IPS ഓഫീസേഴ്സാണ്, അല്ലെങ്കിൽ അങ്ങനെ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുടെ പേരിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇന്ന വയലേഷനാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ രാഷ്ട്രീയമായിട്ടൊരു വയലേഷൻ എന്ന് RJD ആരോപിക്കുന്ന CPI ആരോപിക്കുന്ന ഒരു കാര്യം സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാകുന്നുണ്ട് എങ്കിൽ ഇവിടെ CPI തന്നെ വെട്ടിലാകും. കാരണം നമ്മൾ കണ്ടതാണ് IAS ഓഫീസറായിട്ടുള്ള ശ്രീ M ശിവശങ്കർ അദ്ദേഹത്തിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പേരിൽ സ്പ്രിംഗ്ലർ വിഷയം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് CPIയുടെ ഓഫീസിലേക്ക് അയച്ചതാരാണ്? CPM ആണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പാർട്ടിക്കാരൊക്കെ എവിടെയായിരുന്നു? രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ മുന്നണിയിലുള്ള ഒരാളിൻ്റെ അടുത്താണ് പോകുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു IAS ഓഫീസർ ആയിക്കോട്ടെ, ഒരു IPS ഓഫീസർ ആയിക്കോട്ടെ, കണ്ടത് RSSകാരനെയാണോ CPIക്കാരനെയാണോ, അത് RSSന്റെ ദേശീയ നേതാവാണോ CPIയുടെ സംസ്ഥാന അധ്യക്ഷനാണോ, ഈ കാര്യത്തിൽ എന്താ വ്യത്യാസം? സാധാരണക്കാരായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ശിവശങ്കർ കാനം രാജേന്ദ്രനെ കാണുന്നതും അജിത് കുമാർ ഹൊസബാളയെ കാണുന്നതും അല്ലെങ്കിൽ രാം മാധവനെ കാണുന്നതും അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരിയെ കാണുന്നതും എല്ലാം തന്നെ ഒരേ കാര്യമാണ്. ഈ കാര്യത്തിൽ എന്ത് വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയണം ദത്താത്രേയ ഹോസബാളെ, അല്ലെങ്കിൽ ഈ പറയുന്ന A ജയകുമാർ, അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വത്സൻ തില്ലങ്കേരി, രാം മാധവ്, ഇവരെ ഇന്ന ക്രിമിനൽ കേസുകളിലെ പ്രതിയായതുകൊണ്ടും ആ കേസുകളിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടും ഇവർ ഇങ്ങനെ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് തെറ്റാണ്, അങ്ങനെ പറയാൻ കഴിയുമോ? ആ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ തീരുമാനം ഉണ്ടാകേണ്ടത് ഇവിടെയാണ്. തീരുമാനം ഉണ്ടാകേണ്ടത് പൊളിറ്റിക്കലാണ്, അല്ലാതെ പോലീസിന്റെ ഒരു നടപടി അനുസരിച്ച് ഉണ്ടാകേണ്ടുന്ന കാര്യമല്ല. ഇനി അങ്ങനെ ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് DGPയെ ചുമതലപ്പെടുത്തുന്നു. DGP എന്ന് പറയുന്ന ഈ പോലീസ് ചീഫായിട്ടുള്ള ആളാണല്ലോ ദർവേഷ് സാഹിബ്. ശരി, അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നു. ആ റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യുക? അതിനെ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണോ ചെയ്യേണ്ടത്, അതോ അതിൽ ആക്ട് ചെയ്യുകയാണോ? ഇപ്പം ഞാൻ ശിവശങ്കറിന്റെ ഉദാഹരണം മറ്റൊരു കേസിൽ ഉപയോഗിച്ചതുകൊണ്ട് ഇവിടെയും ശിവശങ്കറിന്റെ കാര്യം തന്നെ പറയാം. ശിവശങ്കറിന് മേൽ ആരോപണം ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തി. ഇതേപോലെ തന്നെ ഇത്രയും പ്രൊലോങ്ഡ് ആയില്ല, 1-2 ദിവസം അദ്ദേഹത്തെ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തി. അതിനുശേഷം എന്താ ഉണ്ടായത്? ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ചീഫ് സെക്രട്ടറി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചീഫ് സെക്രട്ടറിയും മറ്റൊരാളും ചേർന്ന് ഒരു 2-അംഗ സംഘം എന്തുവാണ് അത് അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് പുറത്ത് വേറൊരു അന്വേഷണം ഉണ്ടാകട്ടെ എന്നോ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി കുറച്ചുകൂടി വിശദമായിട്ടൊരു അന്വേഷണം നടത്തട്ടെ, ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അന്ന് എന്താ ചെയ്തത്? ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാരലലുകളായിട്ടുള്ള അല്ലെങ്കിൽ മുൻപുള്ള പ്രസിഡന്റുകളുണ്ട്. ആ പ്രസിഡന്റ്സ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന കാര്യം DGP ഇവിടെ കാര്യങ്ങൾ മുഴുവനായിട്ട് പരിശോധിച്ചിട്ടില്ല, അതായത് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ നൽകുകയായിരുന്നു. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ആയിരുന്നില്ല, ഇതൊരു നോട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ADGP ആണല്ലോ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ADGP കൊടുത്ത ഈ 1200ഓളം പേജുകളുള്ള റിപ്പോർട്ട്, അതിന്മേൽ ഒരു നോട്ട് എഴുതി, അത് ആഭ്യന്തര സെക്രട്ടറിയും പരിശോധിച്ചുവല്ലോ, നോട്ട് എഴുതി മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അതിലാണ് ഈ പരാമർശമുള്ളത് ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇടപെട്ടിട്ടില്ല എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നു, അത് എന്താണ്, ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്താതിരുന്നത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് തരൂ എന്ന്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു മുഖ്യമന്ത്രി. ഇനി അതുമല്ലല്ലോ, DGP നടത്തുന്ന വേറൊരു അന്വേഷണമുണ്ടല്ലോ, 30 ദിവസം മുമ്പ് തുടങ്ങിയ അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ടെങ്കിലും കിട്ടട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്ന്. അപ്പോൾ ഈ 2 റിപ്പോർട്ടും തമ്മിൽ ഈ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഈ CPIയും RJDയും ഒക്കെ പറയുന്ന ഇതൊന്നുമല്ല. അവർക്ക് ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് വരുന്നതോ അല്ലെങ്കിൽ പൂരം കലങ്ങിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടോ ഒന്നും അവർ പ്രസക്തമായി കാണുന്നില്ല. അവർ പ്രസക്തമായി കാണുന്നത് ഏതാണ്? RSS ADGP കൂടിക്കാഴ്ചയാണ്. അതിൽ പക്ഷേ രാഷ്ട്രീയമായ ഒരു കാര്യമായതുകൊണ്ട് DGPക്ക് ആ രീതിയിൽ ഒരു അന്വേഷണം നടത്തുവാനും പറ്റില്ല, അത് അപ്രസക്തമായ ഒരു അന്വേഷണമാണെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് റിപ്പോർട്ടിന്മേലാണ് നടപടി എടുക്കേണ്ടത്? ഇതിലൊക്കെ ഒരു ആശയക്കുഴപ്പമാണല്ലോ. അല്ല മഞ്ജുഷ്, ഇതിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെയാണ് എങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് DGP തന്നിരിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞു വിടേണ്ടത് DGPയാണ്. വീട്ടിൽ പോയിരിക്കാൻ പറയണം. കാരണം ഇത്രയും വളരെ കേരളം ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്കലി ഈ ഒരു സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ ഈ IPSഉം IASഉം എല്ലാം.
അപ്പോൾ ഇത്രയും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു വിഷയത്തിൽ സഖ്യകക്ഷികളുടെ ഇടയിൽ തന്നെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു സമയത്ത് ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ അപൂർണമായിട്ടുള്ള ഒരു റിപ്പോർട്ടെന്നോ അതിൽ ഇദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയോ ചെയ്യാതിരിക്കുന്ന DGPയോട് പോയി വീട്ടിലിരിക്കണം എന്ന് പറയണം. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഇപ്പോൾ ആദ്യം കൊണ്ടുവരൂ, ഇപ്പോൾ ഒരു നോട്ട് തരൂ, അതിനുശേഷം അത് വിശദീകരിച്ച് വീണ്ടും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ടൈം എന്നാണ്. കൂടുതൽ സമയമെടുക്കുന്നു. അതല്ല എങ്കിൽ ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത് പോലെ 3 തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു തമാശ എന്ന് പറയുന്നത് CPI അല്ലെങ്കിൽ RJD തുടങ്ങിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം എവിടെയാണ്? അവരുടെ താല്പര്യം ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടി പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണോ, അതോ RSSന്റെ നേതാവിനെ കണ്ടു എന്നുള്ളതാണോ? അപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പേരിൽ രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് പൊളിറ്റിക്കലായി മാത്രമേ ചിന്തിക്കാവൂ എന്നുണ്ടോ? സംസ്ഥാനത്തിൻ്റെ താല്പര്യം കൂടി പരിശോധിക്കണം. സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകണം. ഇവിടെ തൃശ്ശൂർ പൂരം പോലെയുള്ള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവം അത് നടക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി സാധ്യത ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ 10,000-കണക്കിന് ആൾക്കാരല്ലേ ആ പൂരപ്പറമ്പിൽ വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് റിസ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം അന്ന് ഉണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് വരാമല്ലോ. അവിടെ 2 സംഘമായിട്ട് ആൾക്കാർ തിരിഞ്ഞുകൊണ്ട് പോലീസിനെതിരെ വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാകാമല്ലോ. രാഷ്ട്രീയക്കാർ അവിടെ ഇടപെട്ടുകൊണ്ട് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പോൾ ആ സമയത്ത് ADGPയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം റീച്ചബിൾ ആയിരുന്നില്ല എങ്കിൽ, ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ സത്യമാണ് എങ്കിൽ അതിലല്ലേ ഉചിതമായിട്ട് ആദ്യം തീരുമാനമെടുക്കേണ്ടത്. കാരണം RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തണോ നടത്തണ്ടായോ എന്നതിൻ്റെ ലയസൺ ഓഫീസറായിട്ട് ചുമതല പ്രകാരം പ്രവർത്തിക്കുന്ന ആളല്ല ശ്രീ അജിത് കുമാർ. അദ്ദേഹം ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ളയാളാണ്. ഇവിടെ വീഴ്ച വന്നിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്, റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്? അത് ഇവിടെ ക്രമസമാധാന പാലനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ്. ആ നിലയ്ക്കാണ് പ്രശ്നമെങ്കിൽ അതല്ലേ RJD ഉന്നയിക്കേണ്ടത്, അതല്ലേ CPI ഉന്നയിക്കേണ്ടത്. മറ്റേത് സെക്കൻഡറി. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നേരത്തെ ശ്രീ ഹരിദാസ് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ CPMന്റെ മറ്റു പല ആൾക്കാരും ഇതേപോലെ RSSന്റെ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഉടനടി നടപടി എടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷനാണ്. നേരെ മറിച്ച് ഒരു സംവിധാനം കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർവീസ് ചട്ടത്തിൽ എന്ത് ലംഘനം എന്ന് പറയും. ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നു ഇതിൽ വിട്ടുവീഴ്ചയില്ല. ശരി, വിട്ടുവീഴ്ച വേണ്ട. അപ്പോൾ സർവീസ് ചട്ടം ഇന്ന ലംഘനത്തിൽ, അതായത് ഏതെങ്കിലും ഒരു ക്ലോസ് ഉണ്ടെന്ന് കരുതിക്കോ, ഏതെങ്കിലും സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും സാംസ്കാരിക സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ ആൾക്കാരെ IAS IPS ഉദ്യോഗസ്ഥന്മാർ കാണരുത് എന്നായിരുന്നുവെങ്കിൽ കാനം രാജേന്ദ്രനെ ശിവശങ്കർ വന്ന് കണ്ടപ്പോൾ ബിനോയ് വിശ്വം എവിടെയായിരുന്നു? അപ്പോൾ അതിന് ഉത്തരവാദിത്തമില്ലേ? അതോ ഞങ്ങളുടെ പാർട്ടിയാണ്, കൂട്ടുകക്ഷിയാണ്? അങ്ങനെയാണെങ്കിൽ സർവീസ് ചട്ടത്തിൽ അതും എഴുതി വെക്കണ്ടേ? അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമാണ് ഇവിടെ. അതായത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമാണ് ADGP MR അജിത് കുമാർ ചെയ്തത്. പക്ഷേ ശിവശങ്കറിന്റെ കാര്യം വരുമ്പോൾ അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഒറ്റ മുന്നണിയാണല്ലോ. അപ്പോൾ ഇടതുപക്ഷ നയത്തിന് വ്യതിയാനം വന്നിട്ടില്ല. അതാണല്ലോ കാരണമായിട്ട് പറയുക. അപ്പോൾ അന്വേഷിക്കേണ്ടത് പോലീസല്ല. ശരി, ശ്രീ MK ഹരിദാസ്, ഇതിൽ ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഈ പറയുന്ന CPIയും RJDയും ഒക്കെ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ശരിയാണല്ലോ. ഏത് വിഷയത്തിൽ ADGPക്കെതിരെ നടപടി വേണം, ക്രമസമാധാന പാലനത്തിൽ നിന്നെങ്കിലും അദ്ദേഹത്തെ മാറ്റണം എന്ന കാര്യം കൃത്യമായിട്ട് ഉന്നയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനായിട്ട് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയൊന്ന് പറയട്ടെ. എല്ലാ മുഖ്യമന്ത്രിമാർക്കും മേലെയും ഏത് മുഖ്യമന്ത്രിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഒരു നിയന്ത്രണം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് EMSൻ്റെ കാലം തൊട്ടിട്ട് ഈ നമ്മുടെ എന്താ പറയണ്ടത്, കഴിഞ്ഞ 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരയ്ക്ക് ആ സംഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയില്ലേ അപ്രമാദിത്വം നിലനിർത്തത്തക്ക തോതിലുള്ളൊരു ഭരണം നടക്കുന്നതിൻ്റെ ദോഷവശങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണെന്ന് മാത്രം പറയാനുള്ള ഒരു ഉപജാപക വൃന്ദത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് ഇതൊക്കെയല്ലേ ശരിയെന്ന്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഉരുത്തി നമ്മുടെ ശ്രീ ജയരാജും ശ്രീ ശ്രീജിത്ത് പണിക്കരും പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള RSSകാരനെ ഒരു CPMകാരൻ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടിയെടുക്കും. ആരെയൊക്കെയോ പുറത്തേക്കാക്കിയ കാര്യമൊക്കെ ശ്രീ ജയരാജ് പറയുന്നത് കേട്ടു. സാർ, എന്താണ് സാർ ഈ സെൻകുമാറിനെ DGP ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കയറിയിട്ട് 35 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് നൽകിയിട്ട് കേസ് വാദിക്കാനുണ്ടായ സാഹചര്യം എന്താണ് സാർ? അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള സാഹചര്യം എന്തായിരുന്നു?
അദ്ദേഹം ഒരു RSS അനുഭാവിയാണ് അല്ലെങ്കിൽ ഒരു BJP അനുഭാവിയാണെന്ന് ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തോന്നിയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്താൻ ഇവർ തയ്യാറായില്ല. അത്തരത്തിലൊരു കാഴ്ചപ്പാടുള്ളൊരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഈ RSSകാരനെ പോയി കണ്ടതിലായാലും തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ പേരിലായാലും എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം നൽകേണ്ടത്. അതിനപ്പുറമുള്ളതൊന്നുമില്ല. സെൻകുമാറിനേക്കാൾ എന്ത് പ്രത്യേകതയാണ് ADGP അജിത് കുമാറിനെ ഇത്തരത്തിലൊരു സംഗതി നടത്തിയിട്ട് കൊടുക്കാൻ മുഖ്യമന്ത്രി പ്രേരണ നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പം പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം മഞ്ജുഷ, ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം CPMകാരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇയാൾ എന്തിനെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി എന്തിനാ RSSകാരെ കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ വാ തുറന്നിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി അവരെ കണ്ടു എന്ന് അദ്ദേഹത്തിന് പറയാം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് എൻ്റെ വീട്ടിലൊരു സദ്യക്ക് ക്ഷണിക്കാൻ പോയതാണെന്ന് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം വായ തുറക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ പറഞ്ഞതുമാതിരി തന്നെ അദ്ദേഹത്തെ കുറച്ചു കാലം ഒരു സോപ്പ് കമ്പനിയുടെ MD ആക്കി ഇരുത്തിയതുകൊണ്ട് കേരളം നാളെ അറബിക്കടലിലൊന്നും ഒലിച്ചു പോകാൻ പോകുന്നില്ല. പരസ്യമായിട്ട് പറയുവാൻ പറ്റുകയില്ലല്ലോ, അദ്ദേഹത്തിന് സർവീസ് ചട്ടങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം DGPയുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വാർത്തകളും വരുന്നുണ്ട്. അതിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് സന്ദർശനം നടത്തിയത് എന്നാണ് ADGP DGPക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. ആ വിശദീകരണം നമുക്ക് വിശ്വസിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ആ വിശദീകരണം എങ്ങനെ കിട്ടി എന്നുള്ളത് അറിയാനുള്ള അവകാശം നമുക്കില്ലേ? കാരണം ഇവിടെ ഞാൻ നേരത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പുറത്തേക്കാക്കിയ കാര്യം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശമ്പളം വാങ്ങുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ല. ഈ ADGP ശമ്പളം വാങ്ങുന്നത് നമ്മുടെ നികുതി പണമാണ്. ഈ മുഖ്യമന്ത്രി ശമ്പളം വാങ്ങുന്നത് നമ്മുടെ നികുതി പണമാണ്. അപ്പോൾ നികുതിദായകരുടെ ഇംഗിതത്തിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ഭരണം, അത് ഒരു വിഭാഗം അതിലെ തെറ്റ് പറയുന്നില്ല, മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറയുന്നു എന്നതുകൊണ്ട് അങ്ങനെ കണ്ടുകൊണ്ടുള്ള ഭരണമല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരക്കാർക്ക് കൃത്യമായ ശാസന നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമ്പോഴല്ലേ ഇദ്ദേഹം കൂടുതൽ മഹാനാകുന്നത്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാതെ മുഖ്യമന്ത്രി ഉരുണ്ട് കളിക്കുകയാണ്. ഇപ്പോൾ ചിരിക്കാത്തതിനാണ് തെറ്റ്. ഇപ്പോൾ ചിരിച്ച മുഖ്യമന്ത്രിയെയാണ് കുറ്റം പറയുന്നത്. ഈ ചിരിയും നമുക്ക് അപകടമായി തോന്നുന്നു, അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് നമുക്ക് അപകടമായി തോന്നുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെ വിമർശിക്കുന്നത്. നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞു സ്ത്രീ വിഷയമായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ അന്ന് ക്രൂശിച്ചത്. എന്നിട്ട് ശ്രീ ജയരാജ് 8-8.25 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ആ സ്ത്രീ വിഷയത്തിൻ്റെ അന്വേഷണം എവിടെയായി? എന്തായിരുന്നു ആ സ്ത്രീ വിഷയത്തിലെ കാതല്? ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി വിമർശിച്ചിട്ടുള്ളതാണ് ആ സ്ത്രീ വിഷയത്തിൻ്റെ കാതലിൽ. കാരണം നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് NK പ്രേമചന്ദ്രനെ പോലുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളും വിമർശിച്ചിരുന്നു. എന്നിട്ട് എന്തായി? അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളെ അങ്ങേയറ്റം വിമർശിക്കുക. ഞാൻ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് ശ്രീ മഞ്ജുഷ്. ശ്രീ ജയരാജനായാലും അതുമാതിരി തന്നെ ഇത്തരത്തിൽ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ആർക്കാണെങ്കിലും ഇത് UDF ഭരിക്കുന്ന കാലത്ത് ഒരു ADGP വേണ്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പോയിട്ട് ഒരു RSS നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലാഘവമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ സംവിധാനം തയ്യാറാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, വീഴ്ചകളുടെ ഘോഷയാത്ര തന്നെ ADGPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് നയത്തിന് എതിരായിട്ട്, ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമായിട്ട് ADGP ചില കാര്യങ്ങൾ ചെയ്തുവെന്ന് ഘടകകക്ഷികൾ പറയുന്നു. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിൽ പോലും വീഴ്ച വരുത്തിയെന്ന് മേലുദ്യോഗസ്ഥൻ പറയുന്നു, ഡോക്ടർ B ജയരാജ്. എന്നിട്ടും എങ്ങനെ അദ്ദേഹത്തെ ആ പദവിയിൽ ഇരുത്തുന്നു എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ പദവിയിൽ നിന്ന് മാറ്റുന്നത് വരെ നിർബന്ധിതനായേക്കാം മുഖ്യമന്ത്രി മാറ്റുന്നതിന്. അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ടല്ലോ, അതിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് അദ്ദേഹം. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞു എൻ്റെ നിലപാടുണ്ട്, അത് ഞാൻ പറയും, അത് മാറ്റാൻ എനിക്കതിന് വേണ്ട വ്യക്തമായ കാരണങ്ങൾ വേണമെന്ന്. അതാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് MK ഹരിദാസ് സാറ് പറഞ്ഞതിനകത്ത് ഒരു വിയോജനക്കുറിപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ എത്ര തവണ RSS നേതാക്കന്മാരെ പോയി കണ്ടു, RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തു, അത് കോൺഗ്രസിന്റെ നേതാവല്ലേ? അതിനെക്കുറിച്ച് എന്താണ് ആരും ഒന്നും പറയാത്തത്? അല്ല, അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആവശ്യത്തിലധികം കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ല, അതല്ല, ധാരാളം പറയുന്നുണ്ടല്ലോ. MK ഹരിദാസ് വിമർശിച്ചത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ്. കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തകർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അടങ്ങിയിരിക്കുമെന്ന്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പ്രതിപക്ഷ നേതാവ് പോയത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് ഞാൻ പറഞ്ഞത്.
ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് എത്രയോ പേർ അതാണ് ഒളിഞ്ഞും തെളിഞ്ഞും പോയി കണ്ടിട്ടുള്ള എത്രയോ പേരുണ്ട്. എത്രയോ സർക്കിൾ ഇൻസ്പെക്ടർ മാത്രമല്ല ADGPയും DGPക്ക് അടക്കം പോയി കണ്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പേര് അവരുമായിട്ട് പോയിട്ടുണ്ട്. ആനന്ദബോസ് പോയിട്ടില്ലേ? അതൊരു കാരണമല്ലല്ലോ ശ്രീ ഡോക്ടർ ബി ജയരാജ്. കോൺഗ്രസ് അല്ല CPM, UDF ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ഉയർത്തിപ്പിടിക്കും. ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഞാനത് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം ചോദിച്ചതിന് മറുപടിയാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ന്യായീകരണത്തിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ADGP കുറ്റക്കാരനാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, ADGPക്കെതിരെ അതിശക്തമായ നിലപാടുകൾ ഉണ്ടാവും. ADGPക്കെതിരെ അതിശക്തമായ നിലപാടുകൾ ഉണ്ടാകുന്നത് യാതൊരു സംശയം വേണ്ടാത്ത കാര്യമാണ്. കാരണം ഈ റിപ്പോർട്ട് കറക്റ്റ് അല്ല, റിപ്പോർട്ട് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഒരു 48 hours വെച്ച് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. കാര്യം അങ്ങനെ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഇത് വിനോയ് ഇറങ്ങി വന്നിരിക്കുന്നത്. അതേപോലുള്ള ഉറപ്പിന്റെ പുറത്താണ് RJD വന്നിരിക്കുന്നത്. ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഇത് ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ADGP ഇന്നലെ തന്നെ ഈ മറ്റൊരു വിഷയത്തിൽ ചർച്ച വന്നപ്പോഴത്തേക്കും PR ഏജൻസിയായി പിന്നീട് പ്രശ്നം. ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ ഒരു നറേറ്റീവിന്റെ കൂടെ പോകാൻ പറ്റാത്തത് കൊണ്ടും അത് പകുതി വഴിക്ക് വെച്ച് പൊളിഞ്ഞതുകൊണ്ടും PR ഏജൻസിയെ പിടിച്ചിട്ട് ചർച്ച നടത്തി കണക്കല്ലേ നാളെ വേറെ എന്തെങ്കിലും ഒരു ചർച്ചയായിട്ട് അതിലൊന്നും കൃത്യമായ മറുപടി ഒന്നും നൽകാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഡോക്ടർ ബി ജയരാജ്. അക്കാര്യത്തിലും അഭിമുഖം കൊടുത്ത കാര്യത്തിലൊന്നും കൃത്യമായ മറുപടിയൊന്നും മുഖ്യമന്ത്രി ഇതുവരെ നൽകിയിട്ടില്ല. ADGP വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഒറ്റ നിലപാട് മാത്രമേ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുള്ളൂ. ഘടകകക്ഷികൾ പരസ്യമായിട്ട് പറയുന്നു CPMകാർക്ക് അവർക്കും അതേ അഭിപ്രായം തന്നെ ഉള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഒരു നിലപാട് പറഞ്ഞതുകൊണ്ട് അവർക്ക് എതിർത്ത് പറയാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പിടിവള്ളി എന്ന രീതിയിൽ റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നത്. നിലപാട് മാറ്റണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പിടിവള്ളി വേണം, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ശരി, ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ DGPയുടെ റിപ്പോർട്ട് കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു നടപടി പ്രതീക്ഷിക്കാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റേണ്ടി വരുമോ എന്നതായിരുന്നു ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം. 84% പ്രേക്ഷകരും ഒരേ അഭിപ്രായം പറയുകയാണ്, അജിത് കുമാറിനെ മാറ്റേണ്ടി വരും. ഇല്ല എന്ന് 12% മാത്രം. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മന്ത്രിസ്ഥാനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി